നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ചില കുത്തിത്തിരിപ്പുകാർ VS മുഖ്യമന്ത്രിയാകണം എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയന് യോഗ്യതയില്ല എന്നുകൂടി ചിലർ കടത്തി പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ എങ്ങനെ സഹിക്കും ഇതെല്ലാം? എന്തായാലും യോഗ്യതയില്ല എന്നും പറഞ്ഞ് നടക്കുന്ന ചിലർക്കൊക്കെ വേണ്ടി പിണറായി വിജയന് സ്വയം രംഗത്ത് വരേണ്ടി വന്നു. അനുഭവസമ്പന്നമായ ഭൂതകാലത്തെക്കുറിച്ച് സ്വയം പറയേണ്ടി വന്നു. എൻ്റെ അച്ഛൻ ഒരു ചെത്തു തൊഴിലാളിയായിരുന്നു. അമ്മ സാധാരണ നിലക്കുള്ള വീട്ടമ്മയായിരുന്നു. അത്യാവശ്യം കൃഷിപ്പണിക്ക് പോവുകയും ചെയ്യുമായിരുന്നു. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ഞങ്ങള് 3 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കുടുംബാസൂത്രണം നടപ്പാക്കിയ കാലമല്ല അന്ന്. നിങ്ങളെ കുടുംബങ്ങളിലെ പോലെയല്ല. ഞാൻ 14ാമത്തെ കുട്ടിയാണ്. 3 പേരെ ഞങ്ങൾ ജീവിച്ചിരുന്നു. 2 ജ്യേഷ്ഠന്മാരായിരുന്നു. ചെറുപ്പകാലം അച്ഛനെ ചെത്തു തൊഴിലായിരുന്നു. അപ്പോൾ അച്ഛൻ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ കുറച്ച് അവശനായിരുന്നു, രോഗം കാരണം. പിന്നെ അമ്മയാണ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത്. ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. ഭക്ഷണത്തിന് മുടക്കം വരുന്ന വീടായിരുന്നില്ല. ഭക്ഷണമുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കൃത്യമായിട്ട് ലഭിക്കും. കുട്ടിയായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഒരു സുഭിക്ഷമായി വീട്ടിൽ ഭക്ഷണം ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കുട്ടികളുടെ വാശി ഇന്നത്തെ കാലത്ത് മാത്രമല്ല, അന്നത്തെ കാലത്തും അമ്മമാർ നടപ്പാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അവർ വെള്ളം കുടിച്ചു, ചോറ് എനിക്ക് തരുന്ന നില സ്വീകരിക്കും. അമ്മയുടെ നില അങ്ങനെയായിരുന്നു. ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ, ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്സുപോൽ, അമ്മ എന്നിലിരിപ്പൂ അനുഗ്രഹമായി. കുട്ടികൾ ഈ ബീഡി കെട്ടുന്ന പണിയെടുത്തു. ബീഡി തിരക്കുന്ന ഒരു ജോലി വേറൊരാൾ, ഇതിന് നൂല് കെട്ടുന്ന പണി കുട്ടികൾ. ഇതാണ് ബീഡി തെരപ്പിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്നെ ബീഡി കെട്ടാൻ വിടാം എന്നൊരു ആലോചന വന്നു ഈ LP സ്കൂൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്നെ പഠിപ്പിച്ച ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി എവിടം വരെ പഠിക്കുന്നോ അവിടം വരെ പഠിപ്പിക്കണം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായോ പായും പ്രായം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം. ഇതൊക്കെ കണ്ട് VS അച്യുതാനന്ദന് ഇനിയും പിണറായിയെ തോൽപ്പിച്ച് മുഖ്യമന്ത്രിയാകാമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അതും വേണ്ട. കാരണം സ്കൂൾ പഠനകാലത്തു തന്നെ പിണറായി ഒരു വൻ പ്രതിഭയായിരുന്നു. കഥാപ്രസംഗക്കാരനും മാജിക്കുകാരനുമൊക്കെ ആയിരുന്നു. ഒരു മാജിക്ക് എടുത്തു കാണിച്ചാലുണ്ടല്ലോ, VS വേണമെങ്കിൽ നൂലിന്മേൽ കെട്ടിത്തൂക്കിയ ചോക്ക് പോലാകും. ഇത്രയും കാലം വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടാണ്. അമ്മാതിരി മാജിക് ആയിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ ആരെയും അന്തിപ്പിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു പിണറായി വിജയൻ. അന്നത്തെ ചെറിയ അധ്യാപകര് എന്തോ ചില പ്രത്യേകതകൾ എന്നിൽ കണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അതിന്റെ ഭാഗമായി ഒരു കഥാപ്രസംഗം ആ ഘട്ടത്തിൽ ഞാൻ നടത്തിയിരുന്നു, UP സ്കൂളിൽ പഠിക്കുന്ന കാലം. പിന്നെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ ഒരു നൂലിൽ ചോക്ക് കെട്ടുക, എന്നിട്ട് ആ നൂല് തീ കൊടുക്കുക. ഈ ചോക്ക് താഴെ വീടില്ല. ഈ കത്തി നിൽക്കുന്ന കത്തും അത് ശരിക്കും കത്തി നിൽക്കുന്ന ആഷസ് അല്ലേ അതിന്റെ മേലെ ഇതവിടെ നിൽക്കും, ഈ ചോക്ക് അവിടെ നിൽക്കും. നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും എങ്ങനെയാണ് അത് നിൽക്കുന്നതെന്ന്? ആർക്കും അറിയില്ലെങ്കിൽ ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്തരാം. അറിയെങ്കിൽ അവർ പറയണം. അപ്പൊ അത് ഈ നൂല് ഉപ്പുവെള്ളത്തിൽ മുക്കുക. ഒരു തവണയല്ല, കുറേ തവണ ഉപ്പുവെള്ളത്തിൽ മുക്കി ഉണക്കി, വീണ്ടും മുക്കി, വീണ്ടും ഉണക്കി, അങ്ങനെ എടുക്കുക.
അങ്ങനെയുള്ള നൂലിൽ ഈ ചോക്ക് കെട്ടി കത്തിച്ചാൽ ആ ചാരത്തിൽ ചോക്ക് അവിടെ നിൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ നോക്കാതെ അത് പക്ഷേ ഒരു മാജിക് ആയിരുന്നു. മാജിക്. VSന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ മാനസികമായി തന്നെ സഖാവ് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പാർട്ടിക്കാരുടെ വിലയിരുത്തൽ. അങ്ങനെ അങ്ങ് വിടാതെ ഒന്ന് ചൂടാക്കി പിടിച്ചേക്കണം, എന്നാലേ ഡെമോക്രസിക്കൊക്കെ കാര്യമുണ്ടാകൂ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ VSനും പിണറായിക്കും നല്ല ഒരുമയാണത്രേ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയുടെ മുഖ്യ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ചീത്ത വിളിക്കുന്ന പരിപാടിയാക്കി മാറ്റിയത്. പൊതുയോഗങ്ങളിൽ നടേശനാദി ജാഥാംഗങ്ങളുടെ പ്രസംഗം കേട്ടാൽ ഇതാണ് ബോധ്യമാവുക. ഒപ്പം വെള്ളാപ്പള്ളിയെ വാഴ്ത്തലും. അതായത് യാത്രയ്ക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1 വെള്ളാപ്പള്ളി നടേശനെ വാഴ്ത്തിപ്പാടുക, 2 കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത വിളിക്കുക. നടേശഗുരുവിൻ്റെ നാവിന് ശിഷ്യപ്പെട്ട് ആസാമിമാർ മുതൽ ജാതി നേതാക്കന്മാർ വരെ ഈ പരിപാടിയിൽ അണിനിരന്ന് ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറിവിളി, വാഴ്ത്തിപ്പാടൽ. വെടിയുണ്ടകൾ നിരന്തരം ചൊരിയുന്ന പീരങ്കിയായി പ്രവർത്തിക്കുന്നത് ധീവരസഭാ തലവൻ ഖോരക്നാഥ് ആണ്. ആദ്യം ഖോരക്നാഥ് സ്വാമിയുടെ നടേശ കീർത്തനങ്ങളാണ്. കച്ചവടം ചെയ്യുക, കാശുണ്ടാക്കുക എന്ന ഗുരുദേവ ദർശനം മദ്യ കച്ചവടത്തിലൂടെ വിജയിപ്പിച്ച വെള്ളാപ്പള്ളിയെ എങ്ങനെ ഈ സ്വാമി പുകഴ്ത്താതിരിക്കും? എല്ലാവർക്കും നമസ്കാരം. ഒരു സന്യാസിയാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ ധീവര സമുദായത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. ഗുരുദേവന്റെ ആദർശങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു ആദർശങ്ങളിൽ ഒന്നാണ് കച്ചവടം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കണം. ഈ കാശ് പിശാശല്ല. ഈ കാശിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജമുണ്ടെന്ന് തിരിച്ചറിവ് കൊണ്ടിട്ട് കച്ചവടം ചെയ്യണം, കച്ചവടത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് അടിവരയിട്ട് പറഞ്ഞ ആചാര്യനാണ് ഗുരുദേവൻ. ഒരു ബാറ് മാത്രം ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് 5 ബാറും ഉണ്ടായിരുന്നു. അതിപ്പോൾ ക്യാൻസൽ ചെയ്യുന്നവരെ ഇപ്പോൾ അത് 5ഉം ബിയർ ആൻഡ് വൈൻ ആക്കി. അതിനുശേഷം ഇപ്പോൾ റിസോർട്ട് തുടങ്ങി, അതിലും പുതിയ ബിയർ ആൻഡ് വൈൻ എടുത്തിട്ടുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥരെ തൊട്ട് അവർ റിസോർട്ടിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്ന സമ്പ്രദായമാണ് പുതുതായി കാണുന്നത്. ആ ആശയത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് തൻ്റെ കൈകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ നടത്തി കള്ള് ഷോപ്പുകൾ തന്നെ നിരവധി കള്ള് ഷോപ്പുകൾ ബെനാമിയായിട്ട് നടത്തുന്നുണ്ട്. ബാർ അസോസിയേഷൻ 5 മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി. ധീവര സമുദായത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ ഐശ്വര്യവും കണ്ടിട്ട് സത്യത്തിലെ കാളിദാസൻ അദ്ദേഹത്തിന്റെ കൃതിയിൽ കാട്ടിൽ കണ്ണുമുനിയുടെ ആശ്രമത്തിൽ നിന്നിട്ട് ദുഷ്യന്തന്റെ രാജധാനിയിലേക്ക് ഇവിടുത്തെ കാട്ടിൽ നിന്നുള്ള സന്യാസിമാരൊക്കെ പോയി കഴിയുമ്പോൾ പട്ടണം കാണുമ്പോൾ അന്തിച്ചു പോകുന്ന കണ്ണുമുനിയുടെ സന്യാസി സംഘം പറയുന്ന വർണ്ണനകളുണ്ട്. ഇതേ വർണ്ണനയാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത്. എല്ലാവരോടും കൂപ്പുകൈയോടുകൂടി എന്താണ് മോനെ, എന്താണ് മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അവതാര പുരുഷനെ പോലെ കേരളം അങ്ങോളം ഇങ്ങോളം നീതി നിഷേധത്തിനെതിരായി ശബ്ദമുയർത്തുന്ന ശ്രീ വെള്ളാപ്പള്ളി ചേട്ടന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർജിയും തൊട്ട സാധനങ്ങളെല്ലാം പൊന്നാക്കിയിട്ടുള്ള ആളാണ്. ആപതികിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപിച കിങ്കരീ കുരുതേ. ഇമാതിരി പ്രസംഗമൊക്കെ കേട്ട് ചിലർ തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള യാത്ര എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. BJP സഹായം നടേശ സ്ഥാപനം എന്നൊരു പേരും ഈ കൂട്ടർക്ക് മേൽ വീണിട്ടുണ്ടത്രേ. എന്നാൽ തുഷാറിനുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ആരുടെയും ഔദാര്യമല്ല, അത് യാത്ര ചെയ്ത് നേടിയെടുക്കേണ്ടതാണത്രേ. മാത്രമല്ല പിണറായി വിജയനോടൊക്കെ ചോദിച്ചാൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയും ഈ സ്വാമിക്കുണ്ട്. എന്നാൽ BJPയുടെ കൂടെ തന്നെ മന്ത്രിയാകാനാണ് താല്പര്യം. പക്ഷെ തുഷാർജി മന്ത്രിയായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. മന്ത്രവാദി ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് അപ്പത്താൻ തട്ടിപ്പാണല്ലേ. ഞങ്ങൾ തുഷാർജിയിൽ കാണുന്നത് ധീരനായിട്ടുള്ള പിതാവിന്റെ വീരപുത്രനായിട്ടാണ് അദ്ദേഹത്തിന് ഞങ്ങൾ കാണുന്നത്. മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും. ഭാരതം പറയുന്നത് ഉത്തമരായിട്ടുള്ള പിതാക്കളിൽ നിന്ന് ഉത്തമരായിട്ടുള്ള മക്കൾ ഉണ്ടാവും. കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്ത. വെറുതെ അല്ല, തിന്നണം അത് തന്നെ. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുഷാർജിക്ക് ഒരു മന്ത്രിസ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നക്കാപ്പിച്ച രാഷ്ട്രീയക്കാരൻ, ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന്
പിണറായിയുടെ കൂടെ അല്പം ഒന്ന് ചരിഞ്ഞു കൊടുത്താൽ ഇദ്ദേഹത്തിന് ആക്കാൻ പറ്റും. പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന, വെള്ളടിക്കാ കോഴിനത്തിന്. ഗ്ലാനിർഭവതി ഭാരത. പിണറായി വിജയൻ സ്വന്തം മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമുണ്ടാക്കിയിട്ടില്ല. പിന്നെയല്ലേ തുഷാറിന് മന്ത്രിസ്ഥാനം വെച്ചു നീട്ടാൻ? എന്നാലും ഇതെന്ത് സ്വാമി എന്നാകും പ്രസംഗം കേട്ടവർ ചോദിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരുവിളി എന്ന അടുത്ത യാത്രാ ലക്ഷ്യത്തിലേക്ക് സ്വാമി കടക്കുന്നത്. ആരാണ് ഈ സ്വാമി എന്ന് തിരിച്ചറിയാൻ ഈ പ്രസംഗഭാഗം എന്തായാലും സഹായിക്കും. ഘർ വാപ്പസി എന്ന സംഘി പരിപാടിക്ക് തുടക്കമിട്ടയാൾ ശ്രീനാരായണ ഗുരുവാണ് എന്ന പ്രധാന കണ്ടെത്തലും ഇക്കൂട്ടത്തിലുണ്ട്. സ്വയം നിർമ്മിതമായ ഒരു ചരിത്രകഥയുടെ പിൻബലത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ വിക്കിനെയും കഴിയും പോലെ ആ സ്വാമി കളിയാക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് മുമ്പായി തന്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തപസ് ചെയ്യാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വിവേകാനന്ദ പാറയിൽ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനാലയം ഉണ്ടാക്കി. നീ കേട്ടാ? ഒരു ലേഡീസിന്റെ കുഞ്ഞിരാമ, എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്കുണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള ഈ പ്രാർത്ഥനാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അതിന്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ഏകനാഥ് റാനഡേജി ഭാരതമെമ്പാടും യാത്ര ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളോടും ഇതിനു വേണ്ടി ഒരു സംഭാവന തരണമെന്ന് പറഞ്ഞു. ഈ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേരുകൾ നിങ്ങളിങ്ങനെ വായിച്ച് പോരുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ പേര് മാത്രം കാണില്ല. പിന്നെ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം. ഹോമിയോ ഡോക്ടർ അല്ല, അന്ന് കേരളം ഭരിച്ചിരുന്നത് സഖാവ് EMS ആയിരുന്നു. ഈ ഒരു പവിത്രമായിട്ടുള്ള ഈ ആരാധനാലയം, ഈ മനോഹരമായിട്ടുള്ള ഈ ആരാധനാലയം പണിയുന്നതിന് വേണ്ടി സംഭാവനയ്ക്ക് വേണ്ടി ഏകനാഥ് റാനഡേജിയും കൂട്ടരും മുഖ്യമന്ത്രിയായിട്ടുള്ള EMSന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇയാള് ഹിന്ദു വർഗീയവാദിയാണെന്നാണ് പറഞ്ഞത്. ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇയാള് ഹിന്ദു സന്യാസിയാണ്, ഹിന്ദു വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഇതിലേതെങ്കിലും ഒന്നാ? ഇയാള് ഹിന്ദു സന്യാസിയാണ്, ഹിന്ദു വർഗീയവാദിയാണ്. ജപം തടസ്സപ്പെടുത്തരുത്. ഇവിടെ നടക്കുന്ന ഒട്ടേറെ RSSന്റെയും BHPയുടെയും കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഇപ്പൊ പറയുന്നത് ഇവരാണ് ഈ ഘർ വാപ്പസി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവരൊന്നുമല്ല ഇത് കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്ന ആള് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ്. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്. നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി വിവേകോദയത്തിന്റെ മാസികയിലെ സമുദായത്തിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്ന ആൾക്കാരെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് പരാവർത്തന ക്രിയക്ക് വിധേയനാക്കണം എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനോ മോഹൻജി ഭഗവത്തോ കുമ്മനം രാജശേഖരനോ ഒന്നുമല്ല. ഇവിടുത്തെ സോക്കോൾഡ് നിങ്ങൾ ഈ പറയുന്ന വർഗീയവാദികളൊന്നും അല്ലത് പറഞ്ഞത്. സ്വർഗീയവാദിയായിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഇമാതിരി സ്വാമിമാരെയും കൊണ്ട് വെള്ളാപ്പള്ളി എത്ര ദൂരം യാത്ര ചെയ്യും എന്നതാണ് ചോദ്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശിഷ്യന്മാർക്ക് പറ്റിയ ഗുരു തന്നെയാണ് വെള്ളാപ്പള്ളി. അതായത് പരിഹസിക്കുന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളിയും മുന്നിലാണ് എന്നർത്ഥം. ഉദാഹരണത്തിന് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നത് തന്നെ കേട്ടു നോക്കൂ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന ദിവസമാണെന്ന് എത്ര ചത്ത്? 5 എണ്ണം ചത്ത്, 1 ചത്തതിനൊത്തുവേ ജീവിച്ചിരിക്കുന്നു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒക്കെ മനുഷ്യരാണ് എന്ന കാര്യം നടേശഗുരു മറന്നുപോയോ? സമത്വ മുന്നേറ്റ യാത്ര മുന്നേറട്ടെ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് പിണറായിയുടെ ആത്മകഥ തുടർച്ച. എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. എന്റെ പേര് വിജയൻ. ഓ, പിണറായി വിജയൻ. അദ്ദേഹം നിക്കർ തയ്പ്പിക്കലും ബനിയൻ തയ്പ്പിക്കലും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹം അത് രണ്ടാമതും പരിശീലിക്കാൻ തുടങ്ങി.